ഹലോ, ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്, രാത്രിയായേ. നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇത് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ, ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, എരിവ് വേണം എന്നുള്ളവർക്ക് അല്ലാത്ത മുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ, ഒന്ന് പിടിച്ച് വരാനൊക്കെ ആയിട്ട്. പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തത് ഫ്രിഡ്ജിൽ നിന്ന്. അപ്പം നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. മുഴുവൻ ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ചിക്കൻ പാതി വെന്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവോള വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടിച്ചിട്ട് അത് ഇനി നമ്മൾ മറിച്ചിടുമ്പോഴത്തേക്ക് സെറ്റായി വന്നോളൂ. കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കാവേ. ചിക്കൻ നല്ലതായിട്ട് ഫ്രൈയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളക്, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒന്നോട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ഇതുപോലെ ചെയ്യാൻ നോക്കുക, ട്രൈ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ.